ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പെരുമ്പാവൂരിനടുത്ത് വേങ്ങൂർ എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് രാജു, പാസ്റ്ററെ കാണാനായിട്ട് വന്നതാണ്. ഇന്ന് ഈ പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാം. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനമുള്ളതായിരിക്കും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പേര് രാജു ചാക്കോ എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോട്ടയം ജില്ലയിലാണ്. അതിനുശേഷം ഞങ്ങൾ തൃശ്ശൂർ. അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ട് പാസ്റ്റർ? വീട്ടിലിപ്പോൾ വീട്ടിൽ ഞാനും എൻ്റെ ഇളയ മോളുമാണുള്ളത്. വൈഫ് ഒരു വർഷങ്ങൾ മുമ്പ് മരിച്ചുപോയി. 2 മക്കളാണ്. മൂത്താൾ വിവാഹം കഴിഞ്ഞ് വയനാട്ടിൽ ഒരു കുടുംബമായിട്ട് താമസിക്കുന്നു. ഇപ്പം ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഞാൻ IPC സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഓക്കെ. പാസ്റ്റർ ജനിച്ചു വളർന്നൊക്കെ ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? ഞാൻ CSI പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പിന്നീട് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വരാനുണ്ടായ കാരണം, ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ടൂറിസം കോർപ്പറേഷൻ ഒരു താൽക്കാലിക ജീവനക്കാരനായിട്ട് എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ആ ജോലി സ്ഥിരപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് 5 വർഷത്തോളം ജോലി ചെയ്തു. അവസാനം അവിടെ ജോലി ചെയ്താൽ ഞങ്ങളെ കുറേ ആളുകളെ അവിടുന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ ജോലിയില്ലാതെ നഷ്ടപ്പെട്ട്. അല്ല, അതങ്ങനെ പിരിച്ചുവിടാനുള്ള കാരണം എന്താണ്? പിരിച്ചുവിടാൻ കാരണം അവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഇട്ടു. അതിൽ സ്വാധീനമുള്ള ചില ആളുകളെ എടുത്തു ജോലിക്ക്. അതെ. കുറച്ച് ആളുകളെ പൈസ ഒന്നും അവർക്ക് കൈക്കൂലി കൊടുക്കാനില്ല എന്നതുകൊണ്ട് ആ സമയത്ത് പിരിച്ചുവിട്ടു. അതെ. അപ്പം മറ്റ് ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയതാണ്. 4-ാമത്തെ വയസ്സിൽ അപ്പച്ചൻ മരിച്ചു. 15-ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. പിന്നെ വീടില്ല, ജോലിയില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ജീവിതം മടുത്തു. ജ്യേഷ്ഠൻ്റെ വീട്ടിലായിരുന്നു ആ സമയങ്ങളിൽ താമസം. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ജീവിതത്തോടൊരു മടുപ്പ് തോന്നി. അതെ. പിന്നെ ജീവിക്കേണ്ട, മരിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ ആ കാലങ്ങളിൽ ചിന്തിച്ച് അതിനുവേണ്ടിയൊക്കെ ഒരുക്കപ്പെട്ടിരിക്കുമ്പോഴാണ് എൻ്റെ പെങ്ങള് വിശ്വാസത്തിലായിരുന്നു. അതെ. ആ പാസ്റ്റർ വീട്ടിൽ വരികയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ആരാധനയ്ക്ക് കടന്നു പോവുകയും അങ്ങനെ അവിടെയുള്ള വിശ്വാസികളൊക്കെ ആയിട്ട് സഹകരിച്ച് ആ ബന്ധത്തിൽ പിന്നെ ആ വിശ്വാസ ജീവിതത്തിലേക്ക് പതിയെ പതിയെ കടന്നു വന്നു. അത് 1993 അത് വിശ്വാസത്തിലേക്ക് വന്നു. 94 സ്നാനപ്പെട്ടു. 95 വിവാഹിതനായി. അതിനുശേഷം ഇങ്ങനെ ആരാധനാ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് സുവിശേഷം അറിയിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായി, എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പല ആളുകളോടും സുവിശേഷം പറയുകയും അതിൽ എൻ്റെ സ്നേഹിതനായിരുന്ന ഒരു നക്സലൈറ്റ് പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരിക്കൽ സുവിശേഷമൊക്കെ പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്നുള്ള ഭാഗം എനിക്ക് സുവിശേഷം ഒന്നും ശരിക്കും പറയാൻ അറിയില്ലെങ്കിൽ ഈ വാക്ക് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് ആഴമായി പതിയുകയും അദ്ദേഹം യോഗങ്ങൾക്ക് വരികയും പല കൺവെൻഷനുകളിലൊക്കെ വന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അദ്ദേഹം കുടുംബമായിട്ട്, അദ്ദേഹം ഭാര്യ, 2 മക്കൾ, അപ്പൻ, അമ്മ അടങ്ങുന്ന ഒരു കുടുംബം വിശ്വാസി വന്ന് ഞങ്ങളുടെ സഭയിലൊക്കെ വന്നു. അപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളോട് സുവിശേഷം പറയാനുള്ള ഒരു വലിയ ആഗ്രഹം ഉള്ളിലുണ്ടായി. എന്നാൽ സാഹചര്യങ്ങളൊക്കെ അപ്പോഴത്തേക്കും വിപരീതമായിരുന്നു. ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. 2 പെൺകുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. മറ്റു വരുമാനങ്ങളൊന്നും ഇല്ല, പോകാൻ ഹെൽപ്പ് ചെയ്യാനും ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ആഴ്ചയിൽ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ പെയിന്റിങ് ജോലിക്ക് പോകായിരുന്നു വീടുകളിൽ.
അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിത്തമുണ്ട്, ശനിയാഴ്ച ഒരു ദിവസം എനിക്കൊരു ജോലി കിട്ടണം, കുടുംബം പോലെ ഹെൽപ്പ് ചെയ്യാൻ ആരും കിട്ടും. അങ്ങനെ ആ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് ശനിയാഴ്ച ദിവസം അവരെ പണി കരുതി വെക്കും. അങ്ങനെ ആ വർഷം മുഴുവൻ ആ ശനിയാഴ്ചത്തെ ഒരു ദിവസം ജോലി ചെയ്ത് കിട്ടുന്ന വേതനം കൊണ്ടാണ് ബൈബിൾ കോളേജിൽ പഠിച്ചു. അങ്ങനെ ആ പഠനം പൂർത്തീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ആഗ്രഹം എൻ്റെ സഭയോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ ദാസനെ സഹായിക്കുക, സഭയ്ക്ക് പ്രയോജനപ്പെട്ട് ജീവിക്കാൻ. അപ്പം അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സഭയിൽ ശുശ്രൂഷകൾക്കായിട്ട് പോകാൻ എൻ്റെ പഠിപ്പിച്ചുകൊണ്ടൊരു അധ്യാപകൻ മുഖേന പുതുക്കാടുള്ള തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടുള്ള ഒരു പ്രവർത്തനത്തിനായിട്ട് ഞാൻ പോയി. അവിടെ 2 വർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫറായി എറണാകുളം ജില്ലയിൽ വടക്കപ്പറവിനടുത്തുള്ള കൂനമ്മാവ് എന്ന് പറയുന്ന IPC സഭയിൽ ഒരു 4 വർഷം കർത്താവിൻ്റെ വേലോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരുന്നു. അതിനുശേഷം കൊടകരി ഔട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 4 വർഷം കർത്താവിൻ്റെ വേല ചെയ്തു. അതിനുശേഷമാണ് പെരുമ്പാവൂര് വന്നു. ചെറുകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് 2011 വന്ന് അവിടെ ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു. 2016 അവിടെ നിന്ന് ട്രാൻസ്ഫറായി ഇപ്പോൾ ഇരിക്കുന്ന വേങ്ങൂർ അക്കോളി എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കും. അപ്പോൾ എനിക്ക് അന്നും ഇന്നും ഏറ്റവും താല്പര്യമുള്ളത് പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തികളോട് സുവിശേഷം പറയുക, അതാണ്. പല ടീമുകളിൽ സുവിശേഷകനായിട്ട് പോയി. ഇപ്പൊ എത്ര വർഷമായിട്ട് പാസ്റ്റർ സുവിശേഷ വേല ചെയ്യുന്നു? ഞാൻ 2000 മുതൽ സുവിശേഷകനായിട്ട് 25 വർഷമായിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം സുവിശേഷ വേല ചെയ്യുന്നു. ഓക്കെ, പാസ്റ്റർക്ക് ഏത് കൃപയാണ്, അതായത് പാസ്റ്റർ പറഞ്ഞല്ലോ പേഴ്സണൽ ഇവാഞ്ചലിസം, എന്താണ് ദൈവം പാസ്റ്റർക്ക് തന്നിട്ടുള്ള ഒരു ടാലന്റ് എന്ന് പാസ്റ്റർക്ക് മനസ്സിലായിട്ടുള്ളത്? എനിക്ക് മനസ്സിലായിട്ടുള്ള വ്യക്തിപരമായ ആളുകളോട് സുവിശേഷം അറിയിക്കുക. പല സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ പാലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ ടീമംഗങ്ങളെ സുവിശേഷ വിരോധികൾ ഉപദ്രവിച്ചു. അതിനുശേഷം കായംകുളത്ത് ഒരു സ്ഥലത്ത് വെച്ച് സുവിശേഷ വിരോധികൾ RSSകാർ ഞങ്ങളെ ഉപദ്രവിച്ച് ഏതാണ്ട് 1 കിലോമീറ്ററോളം ആ ഹൈവേ കൂടെ ഓടേണ്ടി വന്നു. ഓടി അവസാനം അവർ കൊല്ലാൻ ഉള്ള പ്ലാൻ ചെയ്ത് വടിയൊക്കെ എടുത്ത് ആളുകൾ ചുറ്റും കൂടി ഒരു വിധത്തിൽ അവിടുന്ന് എങ്ങനെയൊക്കെയാണ് ദൈവം രക്ഷിച്ചു. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് പിന്നീട് സുവിശേഷമില്ല അന്നും ഇന്നും കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഉള്ളിൽ. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ചില ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. അല്ല, ഇപ്പൊ എന്താണ് പാസ്റ്റർ അനുഭവിക്കുന്ന ശാരീരിക പ്രയാസം? എനിക്ക് ഭാര്യയും 2 മക്കളുമാണ്. അതില് ഭാര്യ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. മോളുടെ മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു. അവൾക്കൊരു കുട്ടിയുണ്ട്. അവള് വയനാട്ടിലെ കുടുംബമായിട്ട് താമസിക്കുന്നു. അപ്പോ 2024 ഞാൻ താമസിക്കുന്ന വീടിന്റെ ആ പരിസരത്ത് 2 വാർഡുകളിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് പഞ്ചായത്തിന്റെ വാട്ടർ കണക്ഷനിലൂടെയുള്ള കുടിവെള്ളമാണ്. അപ്പൊ ആ കുടിവെള്ളത്തിൽ മാലിന്യം കലർന്ന് ഞങ്ങളുടെ ആ 2 വാർഡുകളിലുള്ള ഏതാണ്ട് 300ഓളം ആളുകൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. ആ 300ഓളം ആളുകൾ മഞ്ഞപ്പിത്തം ബാധിച്ചതിൽ പല ആളുകളുടെയും നില ഗുരുതരമായി. അതിൽ എൻ്റെ ഭാര്യയ്ക്കും കരളിനെ വളരെ സാരമായി ബാധിച്ച് അങ്ങനെ ഇവിടെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലൊക്കെ നോക്കിയിട്ട് വളരെ രോഗം മൂർച്ഛിച്ചതുകൊണ്ട് ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഒരു 3-4 ദിവസം കൊണ്ട് 3-4 ലക്ഷം രൂപ ചെലവായി. എങ്കിലും രോഗത്തിന് ശമനം ഉണ്ടായില്ല. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ 1 ആഴ്ച കടന്നു. ആള് കഴിഞ്ഞ 2024 മെയ് മാസം 8-ാം തീയതി നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഇപ്പൊ ഞാനും മോളും മാത്രമാണ്. അല്ലെ, പാസ്റ്റർ അനുഭവിക്കുന്ന ഒരു രോഗ ശാരീരിക ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയണം.
അത് 2023 എനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. മലബന്ധമായിട്ടാണ് അത് തുടങ്ങിയത്. അപ്പൊ ഞാൻ അതിനുള്ള മരുന്നുകളൊക്കെ കഴിച്ചു. പല ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിലും അതിന് വ്യത്യാസം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ എറണാകുളത്തുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ചെന്ന് കണ്ടു. അദ്ദേഹം വിശദമായിട്ട് തന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു അനാവശ്യമായിട്ടുള്ളൊരു മുഴ ഉള്ളിലുണ്ട്. അപ്പൊ അത് ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പരിശോധനയും കൊണ്ട് എനിക്ക് എഴുതി തന്നു. എന്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പരിശോധിക്കാമെന്ന് വിചാരിച്ച് ഈ ഡോക്ടർ എഴുതി തന്ന ആ ചീട്ടുമായിട്ട് നേരെ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്ന് പരിശോധനകളൊക്കെ നടത്തി. ആ കൂടെ ബയോപ്സി എടുത്തിരുന്നു. അപ്പോ 10-15 ദിവസത്തിനുള്ളിൽ എന്റെ പരിശോധനകളുടെ ഫലം വന്നപ്പോൾ അത് ക്യാൻസർ പോസിറ്റീവ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതിന് ചികിത്സ കുറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ വേണമെന്ന് പറഞ്ഞു. ഞാനാകെ തകർന്നു പോയി. പെട്ടെന്ന് നമ്മളെ സുവിശേഷ വേലയിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാരകമായിരിക്കുന്ന രോഗം ബാധിച്ചിരിക്കുന്നത് അറിഞ്ഞപ്പോൾ ഞങ്ങള് എല്ലാവരും, ഭാര്യയുണ്ട്, മക്കളും അടക്കം എല്ലാവരും തകർന്നു പോയെങ്കിലും ദൈവം, കർത്താവ് ധൈര്യപ്പെടുത്തി. നിങ്ങളുടെ ഹൃദയം കലക്കി പോരെന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് ധൈര്യം തന്നു. അങ്ങനെ തുടർന്നുള്ള സ്കാനിങ്, എച്ച് സ്കാനും അതുപോലെ CT സ്കാനും മറ്റുള്ള സ്കാനിങ്ങും എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പലരും പറഞ്ഞിരുന്നുവെങ്കിലും അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനു മുമ്പ് റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 28ഓളം റേഡിയേഷനുകൾ എടുത്തു. റേഡിയേഷൻ എടുത്തതിന് ശേഷം ഓപ്പറേഷന്റെ ഡേറ്റ് തന്നു. 2023 നവംബർ മാസം 4-ാം തീയതി ഓപ്പറേഷൻ പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ഭയങ്കര അതികഠിനമായ വേദന ഉണ്ടായി. അപ്പോൾ ഡോക്ടറോട് ദൂരം പറഞ്ഞു. ഡോക്ടർമാർ മാറി മാറി പരിശോധിച്ചു. എനിക്ക് ശക്തമായ പനി ഉണ്ടായി. അവര് പനിക്കുള്ള മരുന്നുകളൊക്കെ തരുന്നുണ്ടെങ്കിലും എന്റെ പനി കുറയുന്നില്ല. അപ്പം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ ആ ഭാഗം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷെ അവര് മെഡിക്കൽ കോളേജാണല്ലോ, അവരത് ചെയ്തില്ല. ഒരു ദിവസം ശക്തമായ വേദന വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ആ ഡ്യൂട്ടി റൂമിൽ കൊണ്ടുപോയി എന്റെ മുറിവ് പരിശോധിച്ചപ്പോൾ ആ ഭാഗം മൊത്തം പഴുത്തിരിക്കുക. അദ്ദേഹം അവിടെ തൊട്ടതും 3-4 സ്റ്റിച്ച് പൊട്ടി മൊത്തം ആ ഭാഗം പഴുത്ത് മാംസവും പഴുപ്പുമായിട്ട് തന്നെ പുറത്തേക്ക് വന്നു. അങ്ങനെ എനിക്ക് പോരാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ ആശുപത്രിയിൽ വീണ്ടും കിടന്നു. ഓരോ ദിവസം ചെല്ലും തോറും ഈ പഴുപ്പ് കുറയുന്നില്ല, അത് കൂടിക്കൂടി വരിക. ഞാനും വീട്ടിലുള്ളവരെല്ലാം ആശങ്കപ്പെട്ടു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 3 ആഴ്ച വീണ്ടും ഞാനവിടെ കിടന്നു. അവസാനം ഒരു ഡോക്ടർ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ പോയി നിങ്ങൾ സ്വയം ഡ്രസ് ചെയ്താൽ മതി. എന്നാൽ ഇനി വീട്ടിൽ പോകാൻ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാമെന്നുള്ള വിചാരത്തിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അടുത്ത ഒരു ഡോക്ടറും കുറേ ഡോക്ടേഴ്സ് വന്ന് വീണ്ടും എന്റെ മുറിവ് പരിശോധിച്ചു. മുറിവ് പരിശോധിച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹത്തെ ഇപ്പോൾ വിടാൻ പറ്റില്ല, ഈ കണ്ടീഷനിൽ വിടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ ആദ്യം ഡിസ്ചാർജ് ചെയ്ത പേപ്പർ തിരികളഞ്ഞിട്ട് വീണ്ടും എനിക്ക് അവിടെ ഒരു അഡ്മിറ്റാക്കി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ മുറിവ് കരിയാതെ വന്ന് ഞാനും ബുദ്ധിമുട്ടി, ഡോക്ടർമാരും ആകെ ബുദ്ധിമുട്ടി. അവസാനം കൊണ്ട് പറഞ്ഞു ഇനി നിങ്ങൾ വീട്ടിൽ പോയി സ്വയം ചെയ്താൽ മതി. അങ്ങനെ അവസാനം എന്റെ ഈ പഴുപ്പെടുത്ത് കൾച്ചർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പൊ ആ കൾച്ചർ റിസൾട്ട് വന്നപ്പോ അതിനകത്ത് ഈ കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ കൊണ്ടൊന്നും ഈ മുറിവ് ഉണങ്ങാൻ സാധ്യതയില്ല, അതിന് ഇഞ്ചക്ഷൻ വേണമെന്ന് എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാം. കാരണം 1 മാസം മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, ഈ രോഗത്തിന്റെ പ്രയാസങ്ങള്, വേദന, മുറിവ് കഴിയുന്നില്ല, അങ്ങനെ ആകെ ബുദ്ധിമുട്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി
അടുത്ത എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് തേടാം, അല്ലെങ്കിൽ അവിടെ ഒരു അഡ്മിറ്റാക്കി നന്നായി ട്രീറ്റ്മെൻറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നേരെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു. എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, മുറിവിൻ്റെ അവിടെ പുകച്ചിൽ, വേദന, അസഹനീയമായ ബുദ്ധിമുട്ട്, രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ അടുത്തുള്ള തൃശ്ശൂർ പറ്റിയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞ് ഡോക്ടറെ കണ്ടു. ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി അത് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മുറിവ് ഉണങ്ങുന്നു പറയുമ്പോൾ അവരും അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. വീട്ടിൽ പോകാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ വേദന സഹിക്കാൻ പറ്റായിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെന്നു. വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പരിശോധിച്ചിട്ട് വീണ്ടും പഴുപ്പ് കൾച്ചർ ചെയ്യാൻ വേണ്ടി എടുത്തു. അങ്ങനെ ഈ പഴുപ്പ് എടുത്ത് കൾച്ചർ ചെയ്തിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറില്ല, വീണ്ടും ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇഞ്ചക്ഷൻ എഴുതി. ആ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടും 5-6 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടും എനിക്ക് രോഗത്തിന് ഒരു മാറ്റം ഉണ്ടാകില്ല. എനിക്ക് ഇരിക്കാൻ വയ്യ, കിടക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാകമല്ലാതെ മാനസികമായിട്ട് തകർന്നു. ആ സമയത്ത് ഞാൻ രോഗാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും എൻ്റെ മനസ്സിൽ ദൈവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണയുണ്ടായി. ധാരാളം ദൈവമക്കൾ, ദൈവദാസന്മാർ, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ ആളുകൾ, ദൈവദാസന്മാർ അടക്കമുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും ആ ചില ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിലൊരു പ്രേരണ ഉണ്ടായിട്ട് ഞാൻ രോഗാവസ്ഥയിൽ തന്നെ ചില ദിവസങ്ങൾ ദൈവസ്ഥയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ പിടിപിടിയായ 1 മാസം കൊണ്ട് മുറിവ് ഒരുവിധം ഉണങ്ങി. അങ്ങനെ വ്യത്യാസം വന്നു. അപ്പോൾ ഈ മുറിവ് ഉണങ്ങിയാൽ ഉടൻ തന്നെ അടുത്ത കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മുറിവ് ഉണങ്ങാൻ 2-3 മാസത്തോളം എടുക്കും. മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെയാണ് മുറിവ് ഉണങ്ങിയത്. അപ്പോൾ ഏപ്രിൽ എനിക്ക് വീണ്ടും കീമോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏപ്രിൽ മാസത്തിൽ ആദ്യത്തെ കീമോ സ്റ്റാർട്ട് ചെയ്തു. ആ കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ബ്ലഡ് കൗണ്ട് എല്ലാം കുറഞ്ഞു. ടോട്ടൽ ബ്ലഡ് കൗണ്ട് എല്ലാം കുറഞ്ഞ് 4000 വേണ്ടത്. പക്ഷെ എനിക്ക് 2000-നോടൊക്കെ അടുത്ത് വരിക. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്തു. 8 കീമോയാണ് ഡോക്ടർ പറഞ്ഞത്. കീമോ എടുത്തതിന് ശേഷം എൻ്റെ ബ്ലഡ് കൗണ്ട് താണുപോയി. ബ്ലഡ് കൗണ്ട് ഡ്രോപ്പ് ആവുകയാണ്. അതുകൊണ്ട് ഭയങ്കര ക്ഷീണം, ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ എനിക്ക് ഈ കൗണ്ട് കയറാത്തതുകൊണ്ട് കീമോ എടുക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം അങ്ങനെ 1 മാസം എനിക്ക് കൗണ്ടില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടി. അപ്പോൾ ആ സമയത്ത് അവിടെ വൈദ്യുതി സുഖമില്ലാണ്ട് ഹോസ്പിറ്റലായിരുന്നു, മരണപ്പെട്ടു. ആ 1 മാസം പിന്നെ കീമോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആദ്യം പിറ്റേ മാസമാണ് വീണ്ടും കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോകുന്നതുകൊണ്ട് പിന്നെ അതിന് പ്രത്യേക ഇഞ്ചക്ഷൻ വേറെ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു 5 ഇഞ്ചക്ഷൻ വരെ, 5 കീമോ വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. 5ാമത്തെ കീമോ എടുത്തതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എന്ത് ആഹാരം കഴിച്ചാലും അപ്പം തന്നെ വൊമിറ്റ് ചെയ്യാം. അങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റാണ്ട് വന്നു. 6ാമത്തെ കീമോ ഒക്കെ എടുക്കാൻ്റെ ആ സമയം 1 മാസം ആയപ്പോൾ എനിക്ക് എൻ്റെ തൂക്കം കുറഞ്ഞു. ഒരു 30 കിലോയോളം തൂക്കം 1 മാസം കൊണ്ട് കുറഞ്ഞു. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, കഴിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കുന്നു. അപ്പം തന്നെ അത് ലൂസ് മോഷനായിട്ട് പോകുന്നു. അവസാനം എനിക്ക് എഴുന്നേക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഒന്നും പറ്റാത്ത സ്ഥിതിയിൽ ഞാൻ പൂർണ്ണമായിട്ടും ബെഡിൽ കിടപ്പായി. അങ്ങനെ ഒന്നും പറ്റാത്തൊരു സ്ഥിതിയിൽ ഏകദേശം ഒരു മരണത്തോടടുക്കുന്ന ഒരു സാഹചര്യം വന്നു. പല പ്രാവശ്യങ്ങളിലും തൊട്ടടുത്തുള്ള ക്ലിനിക്കുകളിലൊക്കെ കൊണ്ടുപോയി ട്രിപ്പ് കയറ്റിയാണ് ജീവൻ നിലനിർത്തിയത്. ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കരിക്കും വെള്ളം, അതുപോലെ ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെയാണ് കഴിക്കുന്നത്. എന്ത് കരമുള്ള കട്ടിയുള്ള എന്ത് ആഹാരം ഒത്തിരി കഴിച്ചാലും കഴിക്കാൻ പറ്റും, തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. ഇപ്പം തന്നെ ഛർദ്ദിക്കുക. അങ്ങനെ പിന്നെ എൻ്റെ സഭയിലുള്ള ചില വിശ്വാസികളും അടുത്തുള്ള ചില പാസ്റ്റർമാരൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അവർ വരികയും അതുപോലുള്ള എന്തെങ്കിലും കുടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ കുടിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോവുകയും അതുപോലെയൊക്കെ ചെയ്തു. ഞാൻ ആ സമയങ്ങളിലൊക്കെ മരണാസന്നനായിരിക്കും, ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്നുള്ളൊരു ഒരു സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ 8ാമത്തെ കീമോ എടുക്കുമ്പോൾ എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യ.
അപ്പോൾ 8ാമത്തെ കീമോയുടെ അന്ന് ഞാൻ കീമോ എടുക്കാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഒരു പിടി ചോറ് എങ്ങനെയൊക്കെ കഴിച്ച് ഒപ്പിച്ച് കീമോ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ണും തലയെല്ലാം കറങ്ങി നിൽക്കാൻ പറ്റുന്നില്ല, വീഴാൻ പോകുന്നവന് തോന്നി. അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ കീമോ എടുത്തിട്ട് തൃശ്ശൂർ മാർക്കറ്റ് വരുമ്പോൾ വഴിയാത്രയിൽ എനിക്ക് പെട്ടെന്ന് അസ്വസ്ഥതകളുണ്ടായി. എൻ്റെ നാക്കെല്ലാം ഇറങ്ങിപ്പോയി, സംസാരം പുറത്തേക്ക് വരുന്നില്ല. അപ്പം ഞാൻ തളർന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേവദാസൻ പേടിച്ചുപോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാനെങ്കിൽ ആംഗ്യം കാണിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. അപ്പോൾ മാർക്കറ്റ് വെച്ച് തന്നെ എന്നെ കണ്ട ഒരു ദേവദാസൻ വേറൊരാൾ വിളിച്ചു പറഞ്ഞു, ആള് തീരെ ആവശ്യതയാണ്, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, മരണത്തിന്റെ ഏതെങ്കിലും സ്റ്റേജിലൂടെ പോവുകയാണെന്നൊക്കെ അദ്ദേഹം വേറൊരാൾ വിളിച്ചു പറഞ്ഞു. പിന്നീട് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നോട് ക്ഷമ പറഞ്ഞു. പക്ഷേ ആ കണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ അന്ന് ഞാൻ വിചാരിച്ചു ഇനി രക്ഷപ്പെടില്ല, എൻ്റെ നാവെല്ലാം ഇറങ്ങി, സംസാരിക്കാൻ പറ്റുന്നില്ല, ശരീരമെല്ലാം കുഴഞ്ഞ് ഞാൻ അവിടെ കുറേ സമയം കിടന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു കരിക്കും വെള്ളം വാങ്ങിച്ചു തന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വ്യത്യാസം എനിക്കുണ്ടായി. ആ ദിവസങ്ങളിൽ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് എഴുതാക്കാൻ നടക്കാനെല്ലാം ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ കീമോ ഒക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് മാസങ്ങൾ പിന്നെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. എൻ്റെ കൈയുടെ 2 കൈയും 2 കാലിൻ്റെയും വെള്ളം മൊത്തം മരവിച്ചിരിക്കുക. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഒരു ഫോണോ ഒരു വെള്ളമൊന്നും എടുക്കാൻ പറ്റില്ല. കയ്യിലെ വരകളും തൊലികളെല്ലാം പോയിട്ട് വളരെ മിനുസമായിട്ടിരിക്കുക. നിലത്ത് കാല് തൊടാൻ പറ്റുന്നില്ല, കാലിൻ്റെ തൊലിയെല്ലാം പോയി, വരകളെല്ലാം മാഞ്ഞു പോയി. അങ്ങനെ തറയെ തൊടാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യങ്ങളിലൂടെ പോയി. ആ സമയത്ത് എന്നെ അറിയുന്ന, സ്നേഹിക്കുന്ന ഒത്തിരി ദൈവമക്കൾ, ദേവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്രമേണ അതിൽ നിന്ന് ദൈവം വ്യത്യാസം തന്നു. ഇന്നിപ്പോൾ കൈകാലുകൾക്കൊക്കെ നല്ല മരവിപ്പുണ്ട്, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിലും അതിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റുകളുണ്ട്. എനിക്ക് ഈ മലദ്വാര ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഞാൻ അതിന് പകരമായിട്ട് ബാഗാണ് വെച്ചിരിക്കുന്നത്, ഹോളോ ബാഗ് വെച്ചിരിക്കുക. അപ്പൊ അതിന് നല്ല ഒരു പൈസ ചെലവുണ്ട്. ഒരു ബാഗിന് 1000 രൂപ എടുത്ത് ചെലവുണ്ട്. ആ ഒരു ബാഗ് 6 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറയും. അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 10 ബാഗ് മേടിച്ച് കഴിഞ്ഞാൽ 2 മാസത്തേക്കാണ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 10,000 രൂപ വേണം 2 മാസം ബാഗിന് മാത്രം. പിന്നെ നമ്മുടെ മറ്റുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കൂടെ 10,000-15,000 രൂപയോളം 2 മാസത്തേക്ക്, ഒരു മാസത്തേക്കല്ല 2 മാസത്തെ ട്രീറ്റ്മെന്റ് ഇപ്പം നിലവിലുണ്ട്. അതിന് ദൈവത്തിന്റെ കൃപയാൽ ഇങ്ങനെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് ദൈവം എനിക്ക് അത്ഭുതകരമായ സൗഖ്യം തന്നു. സ്തോത്രം. അപ്പൊ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, കേൾക്കുന്ന ദൈവമുണ്ട്. അപ്പൊ ഇത് ഇത്രയും പ്രതിസന്ധിയിൽ പാസ്റ്റർ എങ്ങനെയാണ് ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്? ആ സമയത്ത് എനിക്ക് കഴിക്കുന്നില്ല. ആ സമയത്ത് ഞാൻ തീരെ വയ്യാതെ. ഇപ്പോഴും ഈ ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും പരസ്യയോഗങ്ങൾ നടത്തുന്നു, വീടുകൾ സന്ദർശിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ. ചില ദിവസങ്ങളിൽ നല്ല ശാരീരിക ക്ഷീണവും ബുദ്ധിമുട്ടും ഉള്ള സമയങ്ങളിൽ പോവാറില്ല. അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ പരസ്യയോഗം നടത്തുന്നുണ്ട്. ഞാൻ തന്നെ വീടുകളിലൊക്കെ, കുറച്ച് വീടുകളിലൊക്കെ ആണെങ്കിലും ഉച്ചവരെയൊക്കെ പോയി ട്രാക്ടർ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും സുവിശേഷം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എനിക്ക് 2-3 ടീം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തീരെ സുഖമില്ലാതെ വന്നുകൊണ്ട് ടീം പ്രവർത്തനമൊന്നും നടക്കുന്നില്ല. പരസ്യത്തിന് പ്രധാനമായിട്ടും പോകുമായിരുന്നു. പിന്നെ വീടുകളിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും എൻ്റെ കൈകാലുകൾക്ക് നല്ല മരവിപ്പുണ്ട്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പൊ അത് കേൾക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുക. ഇത്രത്തോളം ദൈവം സൗഖ്യം തന്നു. ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്നോ ഇനി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനവും എൻ്റെ സ്നേഹിതരായിരിക്കുന്ന ദൈവദാസന്മാരും എന്നെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കൾ ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ദൈവം എനിക്ക് ആരോഗ്യം തന്ന ആരോഗ്യത്തോടെ നടത്തുന്നു. അപ്പോഴും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ എൻ്റെ പരിസരങ്ങളിലൊക്കെ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാക്കാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പാസ്റ്റർ ഇത്രയും ശാരീരികമായ ബുദ്ധിമുട്ടുകളോടെ കടന്നു പോകുന്നു.
അപ്പൊ ഇങ്ങനെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താണ് പാസ്റ്റർക്ക് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത് പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്? എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ മരുന്നിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ആ ശക്തിയാണ് എന്നെ സൗഖ്യമാക്കിയത് ഞാൻ വിശ്വസിക്കുന്നു. അതെ. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് കൊണ്ട് ഇന്നും ദൈവം പ്രവർത്തിക്കും. കാരണം ഡോക്ടർമാർ എന്നെ ഒരു ഘട്ടത്തിൽ കൈവിട്ടതാണ്. അവര് എന്നെ ഒരിക്കലും ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ വന്നാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. ഡോക്ടർമാർ ഡെയിലി എൻ്റെ മുറിവ് ക്ലീൻ ചെയ്തിട്ട് ആ മുറിവ് കരിയാത്ത സ്ഥലത്ത് എന്നോട് വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ സ്വയം ക്ലീൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിട്ടത്. അപ്പൊ അവിടെ ഒക്കെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ആ സാഹചര്യത്തിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അതുപോലെ കീമോയുടെ ആ അവസാന സ്റ്റേജുകളിലൊക്കെ ഒരിക്കലും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ പ്രിയപ്പെട്ടവരൊന്നും ഞാൻ മടങ്ങി വരുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ അവിടെയൊക്കെ ദൈവം കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അത്ഭുതകരമായിട്ട് ഈ വിടുതൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ സന്തോഷം, ഈ സന്ദേശം ഞാൻ പറ്റുന്ന ആളുകൾ, പ്രത്യേകിച്ച് രോഗികളുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനിത് പറയാം. ഞങ്ങളുടെ അടുത്തൊക്കെയുള്ള ക്യാൻസർ രോഗികളുടെ വീടൊക്കെ ഞാൻ സന്ദർശിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സന്ദേശം, സുവിശേഷം പറയാൻ, എന്നെ വിടുവിച്ച, എന്നെ സൗഖ്യമാക്കിയ, ഇന്നും എനിക്ക് ജീവൻ തന്ന, എന്നെ നിലനിർത്തിയ ആ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. വിശ്വസിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. സമയമാകുമ്പോൾ ദൈവം നമ്മളെ തീർച്ചയായിട്ടും വിടുവിക്കും. ആ ഒരു സന്ദേശമാണ് മറ്റുള്ളവരോട് പറയുന്നത്. അല്ലെ, ഇനി പാസ്റ്ററുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പറഞ്ഞു. ഇനി എന്തെങ്കിലും പൊതുവെ പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യവുമായി ബന്ധപ്പെട്ട്, ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട്? ദൈവം അത്ഭുതകരമായി നടത്തിയ വഴികളെക്കുറിച്ചൊക്കെ പാസ്റ്റർ പറഞ്ഞു. സുവിശേഷ വേലയുടെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പൊ 25 വർഷം സുവിശേഷ വേല ചെയ്തപ്പോൾ പല അനുഭവങ്ങളും ഉണ്ടല്ലോ. മറക്കാനാവാത്ത ചില സംഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ പാസ്റ്ററുടെ ജീവിതമായിട്ടോ, അല്ലെങ്കിൽ വിശ്വാസികൾ പാസ്റ്ററുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് മറക്കാനാവാത്ത സംഭവങ്ങൾ ചിലത് പറയാമോ? പ്രവർത്തന മേഖലയായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും എന്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ 1918 ഞാനും എൻ്റെ ഭാര്യയും യാത്ര ചെയ്യുമ്പോൾ ഒരു സന്ധ്യാസമയത്ത് തൃശ്ശൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് മടങ്ങി വരുമ്പോൾ കാലടി പാലത്തിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എൻ്റെ വണ്ടി ഒരു ഗട്ടറിനകത്ത് ചാടി, ഭാര്യ വണ്ടിയിൽ നിന്ന് തെറിച്ചുപോയി. അവര് ചെന്ന് താഴെ വീണു. തിരിഞ്ഞു വന്ന് അവരുടെ തല താറിങ് മേടിച്ചു. പെട്ടെന്ന് ഞാൻ വണ്ടിയിൽ വെച്ച് ഇറങ്ങി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ബോധം പോയി. ഞാൻ കയ്യിലെടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. റോഡ് മൊത്തം കാലടി പാലത്തിലാണ്. റോഡ് മൊത്തം ബ്ലോക്കായി. ആരും സഹായിക്കാനില്ല, ഞങ്ങൾ മാത്രം. എല്ലാവരും വണ്ടിയിൽ വരുന്ന ആൾക്കാരല്ല, ആരുമില്ല. അങ്ങനെ ഞാൻ ഈ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ താങ്ങി പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ എവിടുന്നാന്നറിയില്ല ഒരു മനുഷ്യൻ, ഞാൻ ഒരിക്കലും കാണാത്തൊരു മനുഷ്യൻ പെട്ടെന്ന് എനിക്ക് സഹായത്തിനായിട്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വേറൊരാളോട് വന്നിട്ട് ഇദ്ദേഹത്തെ, എൻ്റെ ഭാര്യനെ കോരിയെടുത്ത് അവര് വന്ന കാറിൽ കയറ്റി നേരെ LF കൊണ്ടു. അവിടെ കൊണ്ടുവന്നു ആക്കി. പിന്നീട് ഇവരെ കാണുന്നില്ല. അപ്പോൾ കുറെ കഴിയുമ്പോൾ എന്നെ വിളിച്ചു, ചേട്ടാ ഞങ്ങൾ അത്യാവശ്യം ഉണ്ടായിട്ട് പോകുന്നു. അപ്പോൾ ഒരു ദൈവദൂതന്മാരെ പോലെ ആ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി. പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ആവശ്യമൊക്കെ പറഞ്ഞേക്കാൻ. അങ്ങനെ വൈഫ് അവിടെ ICUലായി. അവരുടെ ബോധം പോയി. അപ്പോൾ തലച്ചോറിനകത്ത് ക്ലോട്ടിംഗ് ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്. അങ്ങനെ അവിടെ ഒരു ദിവസം മുഴുവൻ കിടന്നു. ഒരു കുറവുണ്ടായില്ല. പിറ്റേ ദിവസം നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്നോട് പറഞ്ഞു, LFലെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് 2 ലക്ഷം രൂപ ഇട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. എൻ്റെ കയ്യിൽ പൈസ എടുക്കാനില്ല, 2 ലക്ഷം രൂപ ഇല്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്നൊരു സാമ്പത്തിക ഒരു ക്രമീകരണത്തിനുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പം നേരെ കോട്ടയത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങോട്ട് ചെല്ലാനുള്ള സാധ്യതകളുണ്ടായി. അങ്ങനെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇങ്ങനെയുള്ള 2 കാര്യങ്ങളുണ്ട്, ക്ലോട്ടിംഗ് ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്. പിന്നെ അഥവാ രക്ഷപ്പെട്ടാലും തളർന്നു പോകാനാണ് സാധ്യത, എന്നിട്ട് നടക്കില്ല. അങ്ങനെ
ഒരു 6-7 മണിക്കൂർ നീണ്ടു നിന്ന ഒരു വലിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. ഓപ്പറേഷൻ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ തലയോട്ടിയുടെ ഈ ഫ്രണ്ട് ഭാഗം ഇളക്കി വയർ ഓപ്പറേഷൻ ചെയ്ത് വയറിനകത്ത് അത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം അങ്ങനെ പിന്നെ തന്നെ തുന്നി കെട്ടി വെച്ചു. പിന്നെ 3 ദിവസം ICU കിടന്നു കഴിഞ്ഞപ്പോൾ 4ാമത്തെ ദിവസം ഡോക്ടറോട് പറഞ്ഞു ചെറിയൊരു ഇമ്പ്രൂവ് ഉണ്ട്, വ്യത്യാസമൊക്കെ പറ്റി വിളിച്ചു പറഞ്ഞു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നു. അങ്ങനെ വാർഡിലേക്ക് മാറ്റി. ദൈവത്തിൻ്റെ കൃപയാൽ ശരീരത്തിന് മറ്റ് കുഴപ്പങ്ങളൊന്നും തളർന്നു പോകും അങ്ങനെയൊന്നും ഇല്ലാതെ ആള് രക്ഷപ്പെട്ടു. ഇങ്ങനെ മടങ്ങി വന്ന് 3 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു സർജറിയും കൂടി ചെയ്ത് വയറിനകത്തുള്ള ഈ അസ്ഥി എടുത്ത് വീണ്ടും തലയിൽ വെച്ച് സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി കൂടെ 2018 കടന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് എങ്ങനെ പിടിച്ചു എന്നൊന്നും എനിക്കറിയില്ല. ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങൾ, എൻ്റെ ഭാര്യ കിടപ്പായിപ്പോയി മാസങ്ങളോളം. അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരാൻ ഒത്തിരി സമയങ്ങളെടുത്തു. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി പരിശോധനകളിലൂടെ ആ സമയത്ത് ഉണ്ടായ ആ ഒരു പരിശോധന, അതൊക്കെ അതിൽ നിന്നൊക്കെ ആള് വിമോചിതയായി രക്ഷപ്പെട്ട എൻ്റെ കൂടെ പ്രവർത്തനത്തിനൊക്കെ വരികയും പിന്നീട് സുവിശേഷ പ്രവർത്തനം പ്രാർത്ഥനയിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് വീണ്ടും ഈ മഞ്ഞപ്പിത്തം ആ രീതിയിൽ വന്ന് അദ്ദേഹത്തെ ബാധിച്ചു. അറിഞ്ഞിരുന്നില്ല, കരളിനെ പെട്ടെന്ന് ബാധിച്ചു. നമുക്കന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തുവെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. അതൊക്കെ ഈ സുവിശേഷ വേലയിൽ ഒത്തിരി മാനസികമായി തളർത്തിക്കളഞ്ഞ അനുഭവങ്ങളാണ്. എങ്കിലും ഈ വിശ്വാസത്തിലായതുകൊണ്ട്, ദൈവകൃപയിലായതുകൊണ്ട് ദൈവം നിലനിർത്തി എന്നല്ലാതൊന്നും പറയാനില്ല. നമുക്ക് സ്വയമായിട്ട് നിൽക്കാൻ കഴിയാത്ത ഒത്തിരി സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, മാനസികമായിരിക്കുന്ന പ്രയാസങ്ങൾ, ഇതുപോലുള്ള രോഗങ്ങൾ, അപകടങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ഒന്നൊന്നായി ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ മാനസികമായിട്ട് ഒത്തിരി ക്ഷീണിച്ചുവെങ്കിലും അനേകാധികമൊക്കെ ജീവിതാസന്മാർക്കൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ഇന്നും നിർത്തിയിരിക്കുന്നു. ഇന്നും രോഗമുണ്ടെങ്കിലും അതിനെ ജയിക്കാനുള്ളൊരു കൃപ ദൈവം തന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ് പാസ്റ്ററുടെ അടുത്ത പദ്ധതികളൊക്കെ? എന്താണ് അടുത്ത പദ്ധതി? ദൈവം ആയുസ് വരുന്നിടത്തോളം കർത്താവിന്റെ വേല ചെയ്യാം. പിന്നെ ഒത്തിരി ഈ സാമ്പത്തിക പ്രതിസന്ധി, ബാഗിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ ദൈവം നടത്തുന്നത്. IPC സഭയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പാസ്റ്റർ നിൽക്കുന്നത്. സഭ എന്തെങ്കിലും കാര്യമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കൊല്ലം ചെയ്തോ? കേന്ദ്രത്തിൽ നിന്നും അങ്ങനെയൊന്നും ചെയ്തില്ല. നമ്മുടെ സർക്കാരിൽ നിന്ന് കുറച്ചൊക്കെ ആ സമയങ്ങളിൽ ചെറിയ പിരിവൊക്കെ എടുത്ത ഒരു സമയം, അല്ലാതെ സഭയായിട്ട് IPC സഭയായിട്ടൊന്നും ചെയ്തില്ല. ഇല്ലേ? സഭയിൽ ഉദ്ദേശിക്കുന്നത് കുമ്പനാട്. ഹെഡ് ഓഫീസിൽ നിന്നും. ഇപ്പൊ 25 വർഷമായിട്ട് പാസ്റ്റർ ഈ IPC സഭയായിട്ട് ബന്ധപ്പെട്ടാണോ നിൽക്കുന്നത്? ഓക്കെ. അപ്പോൾ എന്തായാലും പാസ്റ്ററുടെ ജീവിതാനുഭവം പാസ്റ്റർക്ക് പങ്കുവയ്ക്കുവാൻ സാധിച്ചതിൽ വളരെ നന്ദി അറിയിക്കുന്നു. ഈ പാസ്റ്ററെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കണം. കാരണം താനിപ്പോഴും ഒരു ക്യാൻസർ രോഗിയാണ്. ആ ക്യാൻസർ രോഗിയായിരിക്കുമ്പോൾ തന്നെ താൻ സുവിശേഷ വേലയിൽ വ്യാപൃതനാണ്. തൻ്റെ ഭാര്യ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു മഞ്ഞപ്പിത്തത്താൽ. ഇപ്പം ആ ഒറ്റയ്ക്കാണ്. വീട്ടിൽ ഇളയ മോളുണ്ട്. മോളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നടക്കണം. അതുപോലെ ചെറിയ ജോലി മറ്റു പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പാസ്റ്ററൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതുപോലെ വലിയ പ്രതിസന്ധിയിലൂടെ, കഷ്ടതയിലൂടെ സുവിശേഷ വേല ചെയ്യുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങളെപ്പോലെ പറ്റുന്ന പോലെയൊക്കെ ഇവരെയൊക്കെ സഹായിക്കാനും മുമ്പോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഒരു സഹോദരന് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് നമ്മൾ കണ്ടില്ല എന്നടിക്കുകയല്ല, മറിച്ച് അവരെ സഹായിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ വളരെയധികം നന്ദി. ഇത്രയും സമയം പാസ്റ്ററുടെ അനുഭവം പങ്കുവച്ചതിന് ദൈവം പാസ്റ്റർ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു.